ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പേപ്പറിൽ യൂണിറ്റ് 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു പേപ്പറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് 3ൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം. അപ്പോൾ ഗ്രാഫുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഗ്രാഫ് എന്ന് അറിയണം അല്ലേ. ഇപ്പം നമുക്ക് സിംപ്ലി നമ്മൾ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ലൈന് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അതൊരു ഗ്രാഫാണ്. ഞാൻ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതും നമുക്കൊരു ഗ്രാഫാണെന്ന് പറയാം. സിംപ്ലി ഞാൻ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഗ്രാഫാണെന്ന് പറയാം അല്ലേ. അതുമാതിരി നമ്മൾ ഒരുപാട് ഗ്രാഫ്സ് നമുക്ക് എന്താണെന്ന് അറിയാം. പക്ഷേ എങ്ങനെയാണ് ഗ്രാഫിനെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുക, അല്ലെങ്കിൽ ബൈ യൂസിങ് മാത്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഗ്രാഫിൻ്റെ ഡെഫിനേഷനാണ് പഠിക്കുന്നത്. സോ എന്താണ് ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ എന്ന് നമുക്ക് നോക്കാം. സോ ഗ്രാഫിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത് എ ഗ്രാഫ് G ഈസ് ഈക്വൽ ടു ഓർഡേർഡ് ട്രിപ്ലറ്റ് V E phi consisting of a non-empty set V called the set of nodes or points or vertices of the graph, and E is said to be the set of edges of the graph, and phi is a mapping from the set of all edges E to the set of all ordered or unordered pairs of elements of V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡെഫിനിഷൻ ഓഫ് ഗ്രാഫ്. എന്താ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ആകെപ്പാടൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് എളുപ്പമാണ്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഡെഫിനേഷൻ വീണ്ടും ഒന്നുകൂടി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എളുപ്പമുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഉള്ളിലുള്ള ഒരുപാട് ടേംസ് അറിയില്ല അല്ലേ. ഇപ്പോൾ എന്താണ് ഗ്രാഫ് G ഈസ് ഈക്വൽ ടു ഒരു ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ V, E, phi ഈ ഒരു ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലവർ നമുക്ക് ഇങ്ങനെ എഴുതാറുണ്ട്, V, E, phi എന്ന് പറയുന്ന തരത്തിലും എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ G ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതി, ഈ ഒരു ടേം ആണെന്ന് എഴുതി. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേംസ് എന്താണ് V അല്ലെങ്കിൽ E എന്താണ്, phi എന്താണെന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, ഈ ഒരു സിമ്പിളിനെ വായിക്കുന്ന പേരാണ് phi എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. V എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ V എന്താണെന്നാണ് പറയുന്നത്. V എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ ഒരു നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, ഒന്നുമില്ലാത്തൊരു സെറ്റ് പാടില്ല. ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ 1 2 3 എന്നൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റ് ആയിരിക്കണം. ആ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നോൺ എംപ്റ്റി ആയിരിക്കണം. നോൺ എംപ്റ്റി പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും, ആ സെറ്റിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സെറ്റാണ് V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ V ഈസ് ഈക്വൽ ടു ഞാനിത് 1 2 3 എന്നെടുത്തു, അതൊരു സെറ്റാണ്, നോൺ എംപ്റ്റി സെറ്റാണ്. അതേമാതിരി തന്നെ ഞാൻ V ഈസ് ഈക്വൽ ടു എനിക്ക് A B C എന്നെടുത്തു, എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സെറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, V ഈസ് ഈക്വൽ ടു എടുക്കാം. അപ്പോൾ ഇതിലുള്ള ഓരോ എലമെൻസിന്, ഈ വീൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റ്സ്, ഇപ്പോൾ A B C എന്ന് എടുത്തു കഴിഞ്ഞാൽ എയും ബിനെയും സീനെയൊക്കെ നമ്മൾ പറയുന്നതാണ് നോഡ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അതായത് അല്ലെങ്കിൽ അതിനെ പോയിന്റ്സ് അല്ലെങ്കിൽ വെർട്ടീസസ് എന്നൊക്കെയാണ് നമ്മൾ വിയിലുള്ള ഓരോ എലമെൻസിന് നമ്മൾ പറയും. ഓക്കെ, അതായത് നമ്മൾ V ഈസ് ഈക്വൽ ടു, ഇപ്പം ഞാൻ V ഈസ് ഈക്വൽ ടു എ നോൺ എംപ്റ്റി സെറ്റ് A B C D എന്നെടുത്തു. അപ്പോൾ ഇതിലുള്ള ഈ ഓരോ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, A B C D എന്ന് പറയുന്നതിനൊക്കെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ എന്ത് പോയിന്റാണ് പറയാം, പോയിന്റ്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, വെർട്ടീസസ് എന്ന് പറയും. എന്തിൻ്റെ, ഗ്രാഫിൻ്റെ. ഓക്കെ, ഇപ്പം എന്താ പറയണത്, V എന്ന് A B C D എന്നൊക്കെ പറയുന്ന ആ വീൻ്റെ ഉള്ളിലുള്ള എലമെൻസിനെ നമ്മൾ പറയുന്നത് നോഡ്സ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, പോയിന്റ്സ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയാം വെർട്ടീസസ് ഓഫ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നമ്മൾ വിനെ കുറിച്ചിട്ട് പഠിച്ചു അല്ലേ. V എന്താന്നുള്ള കാര്യം ഏകദേശമൊക്കെ നമുക്കൊരു മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ അറിയണം, E എന്താന്ന് അറിയണം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് E ഈസ് സെറ്റ് ടു ബി ദ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം E എന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ എഡ്ജാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ ഇപ്പോൾ ഈ ഗ്രാഫിൻ്റെ എഡ്ജ് അല്ലേ, പറഞ്ഞു തരാം. ഇനി നമ്മൾ phi എന്ന് പറയുന്ന ഒരു ടേം കൂടി അവിടെ റിമൈനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ phi എന്ന് പറയുന്നത് ഈസ് എ മാപ്പിംഗ് ഫ്രം ദ സെറ്റ് ഓഫ് എഡ്ജസ് E to the set of ordered or unordered pairs of the elements of V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് phi എന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ട്. അത് എവിടെ നിന്ന് എവിടെയിലേക്കാണ്, E എന്ന് പറയുന്ന സെറ്റ് ഓഫ് എഡ്ജസിൽ നിന്ന് V എന്ന് പറയുന്ന ആ ഒരു സെറ്റിലോട്ടുള്ള മാപ്പാണ്. ഓക്കെ, ഇനി ഞാനിതിനെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്
ഗ്രാഫിൻ്റെ ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം ഞാൻ വി എന്ന് പറയുന്ന സെറ്റ് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എടുത്തു. ഓക്കെ, ഒരു 4 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ഞാനിതോടെ ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുന്ന ഈ ഓരോ പോയിൻറ്റ്സിനെയാണ് നമ്മൾ വെർട്ടീസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയും. ഇതിൽ ഈ ഒരൊറ്റ ഒന്നിനെ പറയുമ്പോൾ നമ്മൾ വെർട്ടെക്സ് എന്നാ പറയുക. ഓക്കെ, എന്താ പറയുക, ഒരൊറ്റ ഒന്നെന്ന് പറയുമ്പോൾ വെർട്ടെക്സ് എന്ന് പറയും. ഇങ്ങനത്തുള്ള 4 എണ്ണത്തിനെ നമ്മൾ പറയുമ്പോൾ 4 വെർട്ടീസസ് എന്നാണ് നമ്മൾ പറയുക. അപ്പം ഞാൻ ഈ ഓരോ വെർട്ടെക്സിനും പേര് കൊടുക്കുകയാണ്. ABCD എന്ന് പേര് കൊടുത്തു വിചാരിച്ചു. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് ആണ്. ABCD എന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും, എയും ബിയും സിയും ഒക്കെ കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ വെർട്ടെക്സസ് എന്ന് പറയും. അപ്പം അത് മനസ്സിലായില്ലേ എന്താണ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ V is equal to set of A, B, C, D എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ എഡ്ജസ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ 2 പോയിന്റ്സിനെ കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. അതേമാതിരി തന്നെ ഈ 2 പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഈ ഒരു 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യിക്കുക ലൈൻസ്. ഞാൻ ഇതിനെ E1, E2, E3 എന്ന് ഞാൻ വെറുതെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് E1, E2, E3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ E is equal to set of all E1, E2, E3 എന്ന് പറയുന്നതിനെയാണ് സെറ്റ് ഓഫ് എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ഈ സെറ്റ് ടു ബി ദ സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയുന്നത്, എഡ്ജസ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഫൈ ഈസ് എ മാപ്പിംഗ് എന്ന് പറഞ്ഞു. എന്താ അപ്പോൾ ഈ ഫൈ ഈസ് എ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടേ, ഇവിടെ E3 എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് എനെയും ബിനെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അതേമാതിരി തന്നെ E1 എന്ന് പറയുന്നത് ഏതൊക്കെ വെർട്ടെക്സിനെ കണക്ട് ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന വെർട്ടെക്സിനെയും സി എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അതുമാതിരി തന്നെ E2 എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ്, സി എന്ന് പറയുന്ന വെർട്ടെക്സിനെയും ഡി എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ 2, അതായത് അതിനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് E3 എന്ന് പറയുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് E3 എന്ന് പറയുന്ന എഡ്ജ് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന 2 വെർട്ടെക്സുകളെ കണക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയില്ലേ. അങ്ങനെ ആ പറയുന്നതിനെയാണ് ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമുക്കൊരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് ഇനി ഓരോ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്നുകൂടിയും വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ എന്താണ് ഡെഫിനിഷൻ, എ ഗ്രാഫ് G is equal to the ordered triplet VE5 consisting of a non-empty set V called the set of nodes or points or vertices of the graph and E is said to be the set of edges of the graph and phi is the mapping from the set of all edges E to the set of all ordered or unordered pairs of elements of V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് വരും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ഓർഡേഡ് ഓർ അൺഓർഡേഡ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് വി എന്നുള്ളതൊക്കെ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അതായിരുന്നു നമ്മുടെ എന്ത് പറയുന്നത്, ഈ ഒരു ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്നുണ്ട് ഹിയർ ബോത്ത് ദ സെറ്റ്സ് V and E of the graph are finite എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ V എന്ന് പറയുന്നതും E എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ E is equal to നമ്മൾ എന്താ എടുത്തത്, E1, E2, E3 എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ V is equal to ഞാൻ എന്താ എടുത്തിരുന്നത്, A, B, C, D എന്ന് എടുത്തിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഈ 2 സെറ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. എന്താ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ 1, 2, 3 അല്ലേ, ഇതിലുള്ള എലമെൻറ്റ്സിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 3 എഡ്ജസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അതുമാതിരി തന്നെ വിയിൽ എന്താ പറയുന്നത്, 4 വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുക, E1, E2, E3 അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാനേ പറ്റുന്നില്ല,
കുറേ നമ്പേഴ്സ് ഉണ്ട്, അതായത് ഒരുപാട് നമ്പേഴ്സ്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് സെറ്റും ഇൻഫൈനൈറ്റ് ആയിട്ട് പറയും. അപ്പം അത് പറ്റില്ല. നമ്മളിവിടെ അതായത് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തേ പഠിക്കുന്നുള്ളൂ, ഇയും വിയും ഒക്കെ ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ട്. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇയും വിയും ഒക്കെ എന്താണ്, ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ഗ്രാഫ്, നമ്മളിപ്പോൾ ഇങ്ങനെ മാത്തമാറ്റിക്കലി ഡെഫിനിഷനൊക്കെ പഠിച്ചു അല്ലേ, എങ്ങനെ നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കലി ഡെഫിനിഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ പറയണത്, ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടിയും പറയാണ്ട്, ഒരു ഗ്രാഫ്, നമ്മളെ ഗ്രാഫിനെ നമ്മൾ സിംപ്ലി ഞാൻ G = നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, സെറ്റ് ഓഫ് ഓർഡേർഡ് ട്രിപ്ലറ്റ് VE5 എന്ന് പറഞ്ഞത് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ നീട്ടി തന്നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് എങ്ങനെ ആയിരിക്കാം, ഗ്രാഫ് G എന്ന് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡേർഡ് ട്രിപ്ലറ്റ് VE എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത്രയും സിംപ്ലി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി, അതായത് G = VE5 എന്ന് പറയുന്ന ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിളാണ്, നമുക്കൊരു അതായത് മാത്തമാറ്റിക്കൽ ഡാറ്റാസ് തന്നിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഗ്രാഫ് G = VE5. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട്, എന്താ തന്നിട്ടുള്ളത്, V എന്താണ്, E എന്താണ്, അതുമാതിരി തന്നെ 5 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ V = നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്, ഇതാണ് V1 V2 V3 V4 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് വിയിലുള്ള എലമെൻറ്റ്സ് V1ഉം V2ഉം V3ഉം V4 ആണ്. ഈ V1നെയും V2നെയും V3ഉം V4നെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക, സെറ്റ് ഓഫ് നോഡ്സ് എന്ന് പറയാം അല്ലേ. നോഡ്സ് എന്ന് പറയേണ്ട വെർട്ടെക്സ് എന്ന് പറയും, വെർട്ടിസസ് എന്ന് പറയാം. ഒരെണ്ണത്തിന് മാത്രം പറയുമ്പോൾ നമ്മൾ വെർട്ടെക്സ് എന്നും, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ വെർട്ടീസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ V1നെയും V2നെയും V3നെയും V4നെയൊക്കെ നമ്മൾ എന്ത് പറയാം, വെർട്ടീസസ് എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് E = എന്താന്ന് തന്നിട്ടുണ്ട് ഇവിടെ, E = E1 E2 E3 എന്ന് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, E1 E2 E3 എന്ന് തന്നിട്ടുണ്ട്. സോ ഈ E1ഉം E2 E3 നമ്മൾ എന്താ പറയണത്, സെറ്റ് ഓഫ് എഡ്ജസ് അല്ലേ. E1 എന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ ഒരു എഡ്ജാണ്, E2 എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ എഡ്ജാണ്, E3 എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൻ്റെ എഡ്ജാണ്. ഇനി 5 എന്ന് പറയുന്ന മാപ്പ്, 5 എന്ന് പറയുന്ന മാപ്പാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പറയണത് നോക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഗ്രാഫ് വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ V1 V2 V3 V4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ വെറുതെ 4 ഡോട്ട്സ് എവിടേക്കോ ഇട്ടു, അതങ്ങനെ കൊണ്ട് V1 2 4 എണ്ണമാണ് നമുക്കുള്ളത്. 4 ഡോട്ട്സ് ഞാൻ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇപ്പം ഞാനിതിനെ വിളിച്ചു V1 V2, അതേമാതിരി തന്നെ ഇത് V3, ഇത് V4 ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്കിനി എഡ്ജസും ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ കുറച്ചുകൂടി ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, നമ്മൾ 4 വെർട്ടീസസിന് നമുക്ക് 4 വെർട്ടീസസ് ഉണ്ട് അല്ലേ. ഇനി വരെ 4 ഇതിന് V1 V2 V3 V4 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3 എഡ്ജസ് ഉണ്ട്, E1 E2 അതുമാതിരി തന്നെ E3. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഗ്രാഫായോ, നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ. അപ്പോൾ 4 പോയിൻറ്സും ഉണ്ട്, 4 പോയിൻറ്സും ഞാൻ അവിടെ ഇവിടെ ഇട്ട് വെച്ചു. E1 E2 E3 എന്ന് പറയുന്നത് അവിടെ ഇവിടെ ഇട്ട് വെച്ചു. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫായോ, ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 5 എന്ന് പറയുന്ന ഒരു മാപ്പ് തന്നിട്ടുള്ളത് അല്ലേ. ആ ഒരു 5 എന്ന് പറഞ്ഞ മാപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വെർട്ടിസസും ഈ എഡ്ജസും കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന് രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു ഗ്രാഫ് ആവുള്ളൂ അല്ലേ. ഒന്നല്ലെങ്കിൽ ഞാൻ ഈ E1നെ കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ഇടയിൽ പ്ലേസ് ചെയ്യണം. അതേമാതിരി തന്നെ E2നെ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാം. അതുമാതിരി തന്നെ E3നെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ അല്ല, അതെ ഇവിടെ ഈ 2 വെർട്ടിസസിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കൊടുന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഗ്രാഫ് കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ കൊടുന്ന് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ഗ്രാഫ് കിട്ടുള്ളൂ. അപ്പോൾ അത് എവിടേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, ഈ ഒരു 5 എന്ന് പറയുന്ന മാപ്പ് കൊണ്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന മാപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നുകൂടിയും വരയ്ക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ വെർട്ടീസസ് വരഞ്ഞു. 1 2 3. ഓക്കെ, നമ്മളിതിന് പേരിട്ടു V1 V2 V3
V4. ഇപ്പം നമ്മൾ ആദ്യം ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വെർട്ടീസസ് ഉണ്ടോ ആ വെർട്ടീസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഭാഗത്ത് കൊണ്ടുപോയി വരച്ച് അതിന് നമ്മൾ പേര് കൊടുക്കുക. V1, V2, V3, V4 എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഇതിന് V1 എന്ന് കൊടുത്താൽ ഇതിന് V2 എന്ന് ഇതുണ്ടോ, ഇവിടേക്ക് V2 എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ ചോയ്സ് ആണ്. ഇനി നമ്മൾ ഫൈ ഓഫ് E1 എന്ന് പറയുന്നത്, അപ്പം അതായത് E1നെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, V1 എന്നാണ് പറഞ്ഞത്. അതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതായത് E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് എന്ന് പറയുന്നത് V1ൽ നിന്ന് V1ലോട്ട് തന്നെ. അതായത് ഇവിടെ നോക്കിയൊക്കെ ഞാൻ ഇങ്ങനെ വരച്ചു. അതായത് നമ്മളോട് വേറെ എവിടേക്കും പറഞ്ഞിട്ടില്ല V1 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ്, അല്ല സോറി, E1 എന്ന് പറയുന്നത് പ്ലേസ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്, V1ൽ നിന്ന് V1ലോട്ട് തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. സോ ഞാനത് അങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഫൈ ഓഫ് E2. E2 എന്ന് പറയുന്നത് എവിടെ പ്ലേസ് ചെയ്യണം, V2ൻ്റെയും V3ൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ V2ൻ്റെയും V3ൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്യുക പറയുമ്പോൾ എന്ന് വരും, നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, V2ൻ്റെയും V3ൻ്റെയും ഇടയിൽ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താ തന്നിരിക്കുന്നത്, E3 പ്ലേസ് ചെയ്യണം. അപ്പോൾ E3 നമുക്ക് എവിടെ പ്ലേസ് ചെയ്യേണ്ടത്, V1ൻ്റെയും V4ൻ്റെയും ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, E3 പ്ലേസ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ ഒരു രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഒരു ഗ്രാഫാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ പോലെ നമ്മളിത് എഴുതണം. ഇവിടെ എന്താണ്, ഇത് E1 എന്ന് പറയുന്ന എഡ്ജാണ്. നമ്മൾ V2നെയും V3നെയും കണക്ട് ചെയ്തിരിക്കുന്നത് E2 എന്ന് പറയുന്ന ഒരു എഡ്ജാണ്. ആൻഡ് V1നെയും E4നെയും കണക്ട് ചെയ്തിരിക്കുന്നത് E3 എന്ന് പറയുന്ന എഡ്ജാണ്. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇത്രയും തന്നിരിക്കുന്നത് എന്തായിരുന്നു, മാത്തമാറ്റിക്കൽ ഡാറ്റ ആയിരുന്നു. മാത്തമാറ്റിക്കൽ സിമ്പിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഗിവൺ ഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു. ആ ഗിവൺ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് വരഞ്ഞു. സോ ഇതായിരുന്നു നമുക്ക് എന്ത് പറയാനുള്ളത്, ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. ഇതായിരുന്നു ഡെഫിനേഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് ഗ്രാഫ് കണ്ടപ്പോഴൊക്കെ കുറച്ച് സമാധാനമായിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡെഫിനേഷൻ ഒന്നുകൂടിയും പോയി വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലായിരുന്നു, ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഗ്രാഫ് വരയ്ക്കുന്നതിന്, അതായത് നമ്മുടെ ഈ ഒരു ഫോമിലുള്ള ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒന്നുമില്ല, ഗ്രാഫ് വരയ്ക്കുക, അത്രയും കാര്യം. ഇനി നമുക്ക് കുറച്ചുകൂടി ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചാൽ പോരല്ലോ അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളും പറയണം അല്ലേ. ഓരോ കാര്യങ്ങളും പറയണമെങ്കിൽ കുറച്ചുകൂടി ഡെഫിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡെഫിനേഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഡെഫിനേഷൻ ആണ്, ഒരു എഡ്ജ് എഡ്ജ് ഈസ് സെഡ് ടു ബി ഇൻസിഡൻറ്റ് വിത്ത് ദ വെർട്ടിസസ് V1 ആൻഡ് V2 ഇഫ് ഇറ്റ്സ് ജോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വിത്ത് ദ വെർട്ടിസസ് V1 ആൻഡ് V2 എന്ന് പറയണമെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ ഞാനൊരു ഗ്രാഫ് വരഞ്ഞു. നമുക്കിവിടെ ഗ്രാഫ് ഞാൻ വേറെ ഒരു ഗ്രാഫാണ് എടുക്കണേ, V1 ആൻഡ് V2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു V1 ആൻഡ് V2 എന്ന് പറയുന്ന ഈ ഒരു രണ്ട് വെർട്ടിസസിൽ E എന്ന് പറയുന്ന ഒരു എഡ്ജും ഉണ്ട്. ഈ ഒരു എഡ്ജിനെ ഞാൻ E എന്നാണ് വിളിക്കുന്നത്. സോ E എന്ന് പറയുന്നത് V1ൻ്റെയും V2 എന്ന് പറയുന്ന രണ്ട് വെർട്ടിസസുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, ഈ V1നെയും V2നെയും ജോയിൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ വരയ്ക്കണം. അതായത് ഈ V1നെ, അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഈ ഒരു എഡ്ജ് E എന്ന് പറയുന്നത് V1 എന്ന് പറയുന്ന വെർട്ടീസസും V2 എന്ന് പറയുന്ന വെർട്ടീസസുമായിട്ട് ഇൻസിഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതാണ് പറയുന്നത്, an edge is said to be incident with the vertices V1 and V2 if it joins എന്നാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ. ഇപ്പം നമുക്കിതിൽ ഏതൊക്കെയാണ് ഇൻസിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുക, അതായത് E3 ഈസ് ഇൻസിഡൻറ്റ് വിത്ത് V1 ആൻഡ് V4 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതിന് കാരണം എന്താണ്, V1നെയും V4നെയും കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു എഡ്ജ് ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജ് എന്ന് പറയുന്നത് V1ഉം V3യും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അവിടെ ഒരു എഡ്ജ് വിത്ത് ഇൻസിഡൻറ്റ് വിത്ത് V1 ആൻഡ് V3 എന്ന് പറയാം. അവിടെ ഒരു ദർ ഈസ് എൻ എഡ്ജ് വിച്ച് ആർ കണക്റ്റിംഗ് V1 ആൻഡ് V3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു എഡ്ജ് അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അവിടെ ഒരു എഡ്ജ് V1ഉം V3 ആയിട്ട് നമുക്ക് ഇൻസിഡൻറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, V3യും V2വും E2 ഈസ് ഇൻസിഡൻറ്റ് വിത്ത് V2 ആൻഡ് V4 എന്ന് പറയാൻ പറ്റും അല്ലേ. എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്, അതായത് V2നെയും V3നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമുക്ക് അവിടെ ഉണ്ട് നമ്മുടെ ഗ്രാഫിൽ അല്ലേ. ഇനി അതേമാതിരി നോക്കിക്കേ, ഏതെങ്കിലും ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വിത്ത് V2വും V4വും ആണോ, അല്ല. കാരണം എന്താ, അവിടെ ഒരു എഡ്ജ് ഇല്ല. V2നെയും V4നെയും കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു എഡ്ജ് ഇല്ല. അപ്പം ഞാനത് വരച്ച് ചേർത്തതാണ്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു എഡ്ജ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിഡൻറ്റ്, ഒരു എഡ്ജ് വെർട്ടിസസുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ എഡ്ജ് ഇ, ഓക്കെ സെക്കൻഡ് പോയിന്റ് ആണ് വായിക്കുന്നത്. ദ എഡ്ജ് ഇ ഈസ് ഇൻസിഡൻറ്റ് ഫ്രം എ ആൻഡ് ഈസ് ഇൻസിഡൻറ്റ് ഇൻ ടു ബി. The vertex A is called the initial vertex and the vertex B is called the terminal vertex. അല്ലേ, ഇപ്പോൾ പുതിയ വേർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുന്നതും അതുമാതിരി തന്നെ ടെർമിനൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് വെർട്ടെക്സ് ഉണ്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഒരു വെർട്ടെക്സ് എടുത്തു, അതേമാതിരി തന്നെ വേറൊരു വെർട്ടെക്സ് ഉണ്ട്, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു എഡ്ജും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു എഡ്ജിന് ഞാൻ ഇ എന്ന പേര് പറയുകയാണെങ്കിൽ ഈ എഡ്ജ് ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എയിൽ നിന്ന്. ഇപ്പം ഞാൻ ഇത് എയും ബിയും ആണ് ഈ വെർട്ടെക്സിന് പേര്. നമുക്ക് എന്ത് വേണമെങ്കിൽ പേര് കൊടുക്കാം കേട്ടോ. ABCD എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം, V1 V2 V3 എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം, അങ്ങനെ പേര് കൊടുക്കാം. അപ്പം നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ പറയണം നമ്മൾ എടുക്കുന്ന പേര്, വെർട്ടിസസിന് എടുക്കുന്ന പേര് ഇന്നതാണെന്ന് എടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എയും ബി ആണ് പറയുന്നത്. അപ്പോൾ ഈ എഡ്ജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ എ എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഡ്ജ് അവസാനിക്കുന്നത് എവിടെ പോയിട്ടാണ്, ബി എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സിൽ എത്തിയിട്ടാണ് ആ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു എന്താ പറയുക വെർട്ടെക്സിന്, ദി ബി എന്ന് പറയുന്ന വെർട്ടെക്സിന് നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, ടെർമിനൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് അതിനെയാണ്. ഇനി നമുക്കിനി അടുത്തൊരു ടേം പറയാനുള്ളതാണ് ലൂപ്പ് എന്ന് പറയുന്നതാണ് തേർഡായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി. ഇപ്പം എന്താ ലൂപ്പ് എന്ന് വെച്ചാൽ, എൻ എഡ്ജ് ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഫ്രം ആൻഡ് ഇൻ ടു ദ സെയിം വെർട്ടെക്സ് ഈസ് കാൾഡ് എ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വെർട്ടെക്സ്, ഒരു എഡ്ജ് എന്ന് പറയുന്നത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു വെർട്ടെക്സിൽ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ്, ഇപ്പോൾ ഇങ്ങനെ ഒരു വെർട്ടെക്സ് മാത്രം എടുത്തു, ഒരു എഡ്ജ് ഇ എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് അതിൽ തന്നെ അവസാനിച്ച് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ വരയ്ക്കുന്നതിന് ആ ഒരു എഡ്ജിനെയാണ് നമ്മൾ എന്താ പറയുക, ലൂപ്പ് എന്ന് പറയുക. ഓക്കെ, ഇപ്പം നമ്മൾ തൊട്ട് മുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു ഗ്രാഫിൽ ലൂപ്പ് ഉണ്ടോ, ഉണ്ട് അല്ലേ. കാരണം എന്താണ്, E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് V1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V1 തന്നെ പോവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്ജ് എന്ന് പറയുന്നത്, അല്ല സോറി ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇത് V1 V2 V3 V4 എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ട്രാ ഇങ്ങനെയുണ്ട് ചോദിച്ചാൽ. ഇപ്പം ഞാനിത് V3 എന്നല്ല എടുത്തത്, ഈ ഒരു എഡ്ജിനെ ഞാൻ E എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ലൂപ്പാണ് അല്ലേ. അതായത് ഈ എഡ്ജ് എന്ന് പറയുന്നത് V3 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V3 തന്നെ വരണം. അപ്പോൾ അവിടെ നമുക്കൊരു ലൂപ്പ് ഉണ്ടെന്ന് പറയാം. ഇനി ഇവിടെ ഒരു ലൂപ്പ് വരണമെങ്കിലോ, ഈ ഒരു വെർട്ടെക്സിന് ലൂപ്പ് വരണമെങ്കിൽ ഇങ്ങനെ വരണം അല്ലേ. അതായത് ഈ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ വെർട്ടെക്സിൽ തന്നെ, അതായത് ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ വെർട്ടെക്സിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, എന്താ പറയുക, ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇനി ടു വെർട്ടിസസ് ആർ സെറ്റ് ടു ബി അഡ്ജസെന്റ് എന്ന് പറയുന്നത്, രണ്ട് വെർട്ടിസസ് എന്ത് പറയണം, അഡ്ജസെന്റ് എന്ന് പറയണം. അങ്ങനെ രണ്ട് വെർട്ടിസസ് എന്ന് പറയുന്നത് അഡ്ജസെന്റ് എന്ന് പറയണമെങ്കിൽ അവ രണ്ടും ജോയിൻഡ് ബൈ എ എഡ്ജ് ആയിരിക്കും. ഇപ്പം ഞാനൊരു രണ്ട് വെർട്ടിസസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ട് വെർട്ടിസസ്, ഈ രണ്ട് വെർട്ടിസസ് അഡ്ജസെന്റ് ആണെന്ന് പറയണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, അവ രണ്ടും അഡ്ജസെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ V1 V2 V3 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഇതിൽ ഏതൊക്കെ അഡ്ജസെൻ്റ് വെർട്ടിസസ്, V1ഉം V2ഉം അഡ്ജസെൻ്റ് വെർട്ടിസസ് ആണ് അല്ലേ. എന്താ കാരണം, അവ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്കൊരു എഡ്ജ് അവിടെ ഉണ്ട് അല്ലേ. അതേമാതിരി തന്നെ V2 എന്ന് പറയുന്നതും V4 എന്ന് V2 എന്ന് പറയുന്നതും V3 എന്ന് പറയുന്നതും എന്താണ്, അഡ്ജസെൻ്റ് ആണ് അല്ലേ. അതെന്തുകൊണ്ട് അഡ്ജസെൻ്റ് ആയത്, ഇവ രണ്ടിനെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്കൊരു എഡ്ജ് ഉണ്ട്. ഇനി ഇവിടെ ഈ V1ഉം V3 എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസെൻ്റ് വെർട്ടിസസ് ആണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്, ഈ V1നെയും V3നെയും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, V1ഉം V3 എന്ന് പറയുന്നത് അഡ്ജസെൻ്റ് വെർട്ടിസസ് അല്ല. ഓക്കെ, ഇനി നമ്മൾ ഈ തൊട്ട് മുകളിൽ പറഞ്ഞ ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ ഏതൊക്കെയാണ് അഡ്ജസെൻ്റ് വെർട്ടിസസ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ.
ഏതൊക്കെയാണ്? V1ഉം V4ഉം അഡ്ജസൻറ്റ് വെർട്ടീസസ് ആണ്. എന്തുകൊണ്ടാണ്? അവ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എഡ്ജ് ഉണ്ട്. അതേമാതിരി പിന്നെ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റുക? V2ഉം V3 എന്ന് പറയുന്നതും അഡ്ജസൻ്റ് ആണ്. V2 V3 എന്ന് പറയുന്ന അഡ്ജസൻ്റ് ആയത് എന്തുകൊണ്ടാണ്? അവ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു എഡ്ജ് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് V1ഉം V3ഉം അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അവ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. നമ്മൾ വരച്ച് ചേർത്താലേ ഉള്ളൂ, ഇവിടെ ഇല്ല. അതേമാതിരി തന്നെ V1ഉം V2 അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവയെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു എഡ്ജ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. ഇനി അതേമാതിരി തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? V2 V4ഉം അഡ്ജസൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. സോ അതായിരുന്നു നമുക്ക് എന്താ പറയുക അഡ്ജസൻറ്റ് വെർട്ടീസസ് എന്ന് പറയുന്നതിൻ്റെ definition. അതായത് two vertices are said to be adjacent if they are joined by an edge എന്ന് പറയും. രണ്ട് vertices എന്ന് പറയുന്നത് adjacent ആണെന്ന് പറയണമെങ്കിൽ അവ രണ്ടും joined by a edge ആണെന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് a vertex is said to be isolated vertex if there is no edge incident with it എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വെർട്ടെക്സ് ഉണ്ട്, നമ്മുടെ ഒരു ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഇഫ് there is no edge incident with it, ഒരു എഡ്ജ് അതിനോട് എന്തായിരിക്കും ഇവിടെയത് ഇൻസിഡൻറ്റ് ചെയ്യത്. എന്താ അപ്പോൾ ഈ പറയണത്? അതായത് നമ്മളൊരു ഗ്രാഫ്, ഞാൻ ഇപ്പോൾ ഒരു ഗ്രാഫ് വരഞ്ഞ് കാണിച്ചു തരാം. ഞാനൊരു ഗ്രാഫ് വരഞ്ഞു. ഇനി നമുക്കിതാണ് ഇവിടെ ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ്. അതായത് 4 വെർട്ടീസസ് ഉണ്ട്. 1 2 3 4 എന്ന് പറയുന്നത്. ഈ 4 എന്ന് പറയുന്ന വെർട്ടീസസിന് എന്തില്ല, അതിനെ കണക്ട് ചെയ്യാൻ ഒരു എഡ്ജും ഇല്ല. അപ്പോൾ ഇതിവിടെ ഒറ്റപ്പെട്ടിട്ട് ഇവിടെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫ്രം, അതായത് നമ്മൾ കൂട്ടത്തിൽ പെടാതെ തള്ളി മാറ്റപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് വെർട്ടെക്സ് ഈസ് സേഡ് ടു ബി ആൻ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് വെർട്ടെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയേണ്ടത്? അവിടെ ഒരു എഡ്ജ് ഇൻസിഡൻറ്റ് വിത്തിട്ട് അതിനോടായിട്ട് ഒരു എഡ്ജ് എന്തായില്ല, അതിന് ഇൻസിഡൻറ്റ് ചെയ്യാനില്ല. ഇനി വേറൊരു ഗ്രാഫ് നമുക്ക് എക്സാമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഞാനിപ്പോൾ വേറൊരു ഗ്രാഫ് വരഞ്ഞു. അപ്പോൾ ഈ ഗ്രാഫ് വരഞ്ഞു ഈ ഒരു വെർട്ടെക്സ്. സോ ഞാൻ ABC എന്ന് പേരിട്ട് കൊടുക്കാം, ABCD. ഇപ്പം ഇനി ഇവിടുത്തെ ഇൻസിഡൻറ്റ് വെർട്ടെക്സ് ഏതാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതായിരിക്കും ഇവിടുത്തെ ഇൻസിഡൻറ്റ്, ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടുത്തെ ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഏതായിരിക്കും? ഈ D ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു എഡ്ജും ഇല്ല. അപ്പം അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഗ്രാഫിൻ്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞു. ഗ്രാഫിൻ്റെ ഡെഫിനീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടേംസുമാണ് നമ്മൾ പഠിച്ചത്. സോ ഗ്രാഫിൻ്റെ ഡെഫിനീഷൻ ഒന്നുകൂടിയും വായിച്ച് നോക്കുക, അപ്പോൾ കുറച്ചുകൂടിയും ക്ലിയർ ആവും. ഇനി ബാക്കിയുള്ള ഓരോ ഗ്രാഫും ഇങ്ങനെ വരഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയാണ് ഉള്ളത്.